ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിൽ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സാരി ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കേൾക്കാം. ഇതേപോലെ ടെക്കുകളുള്ള ബ്ലൗസാണ് ഞാനിന്നിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുന്നത്. ആദ്യം നമ്മൾ താഴത്തെ ടെക്കാണ് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ അളവുകളൊക്കെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താഴത്തെ ടെക്ക് മാത്രമാണ് നമ്മളൊന്ന് വീതിയിൽ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ബാക്കി 3 ടെക്കുകളും നമ്മൾ ചെറുതാക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. വീതി കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. അപ്പം നമുക്ക് ആ 4 ടെക്കുകളും ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ 4 ടെക്കുകളും സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലൗസിൻ്റെ താഴത്തെ ബെൽറ്റാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 പീസാണ്. അപ്പോൾ അതിൻ്റെ താഴത്തെ ഭാഗം നമ്മൾ ജോയിൻ ചെയ്തിട്ടെടുക്കണം. എന്നിട്ട് വേണം നമുക്കത് ജോയിൻ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ താഴത്തെ ഭാഗം ഞാൻ ഇതുപോലെ 2 പീസും കൂടി ജോയിൻ ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി മുകളിലത്തെ ഭാഗവും ബെൽറ്റ് പാർട്ടും കൂടിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് അതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ഇതേപോലെ മറ്റേ സൈഡത്തെ ബ്ലൗസിൻ്റെ മറ്റേ ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹുക്കും അയ്യും വെക്കാനുള്ള ഭാഗമാണ് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാനുള്ളത്. നമ്മൾ 2 സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹുക്കും അയ്യും വെക്കാനുള്ള ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഒരു സൈഡിലേക്ക് നമ്മൾ 2.5 ഇഞ്ച് വീതിയിലും ഒരു സൈഡിലേക്ക് 2 ഇഞ്ച് വീതിയിലുമുള്ള 2 പീസ് തുണികളാണ് കട്ട് ചെയ്തിട്ടെടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഹുക്ക് വെക്കാനുള്ള ഭാഗത്തേക്ക് 2 ഇഞ്ചിൻ്റെ മതി. അതിൻ്റെ അയി വെക്കാനുള്ള ഭാഗമാണ് നമ്മൾ കുറച്ച് വീതി കൂട്ടിയിട്ടെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഉള്ളിലേക്ക് മടക്കിയിട്ട് അതിന് മുകളിൽ കൂടെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഹുക്ക് വെക്കേണ്ട ഭാഗം, അയി വെക്കേണ്ട ഭാഗം നമ്മൾ പുറത്തേക്കാണ് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുന്നത്. ഇത് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, അതാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. അപ്പോൾ നമുക്ക് അതുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടിട്ട് വരാം. അപ്പോൾ നമ്മൾ ഇതേ ഹുക്കും അയ്യും വെക്കാനുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ബാക്ക് സൈഡ് ഞാൻ ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ സ്റ്റിച്ച് ചെയ്ത ഫ്രണ്ട് പാർട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമുക്ക് ഷോൾഡർ കൂടി ജോയിൻ ചെയ്തിട്ടെടുക്കാം. ഞാൻ ഷോൾഡർ ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സ് ആണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. സ്ലീവ്സിനുള്ള മെറ്റീരിയൽ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്ലീവ്സിൻ്റെ താഴത്തെ ഭാഗം നമ്മൾ 1/2 ഇഞ്ച് വീതം ഉള്ളിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അതുകൂടി ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ സ്ലീവ്സും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ടിൻ്റെ അടിഭാഗം മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നമ്മളത് 1 ഇഞ്ച് വീതം ഉള്ളിലേക്ക് മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ വെച്ചതിന് ശേഷം ഫ്രണ്ട് പാർട്ടിൻ്റെ അളവ് കറക്റ്റ് ആക്കിയിട്ട് ഇതുപോലെ മടക്കിയിട്ട് നമ്മൾ ഉള്ളിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൂടി ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ബാക്ക് പാർട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ 1.5 ഇഞ്ച് എക്സ്ട്രാ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് അളവ് ബ്ലൗസ് വെച്ച് നോക്കിയതിന് ശേഷം നമുക്ക് അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സൈഡ് കൂടി ജോയിൻ ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് സൈഡ് ജോയിൻ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ബ്ലൗസിൻ്റെ സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കാണ് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാനുള്ളത്. നെക്ക് ഞാനിവിടെ ക്രോസ് പീസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്ക് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ ക്രോസ് പീസ് വെച്ചിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്കിയുള്ള ഭാഗം, ക്രോസ് പീസിൻ്റെ ബാക്കിയുള്ള ഭാഗം നമ്മൾ ഉള്ളിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുകയാണ് ചെയ്യേണ്ടത്. സൂചി നൂലും ഉപയോഗിച്ചിട്ട് നമുക്ക് തുന്നി കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഭംഗിയുണ്ടാവും. അപ്പോൾ നമ്മൾ അതുകൂടി മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ട് തരാം. അപ്പോൾ ഞാനിവിടെ തൽക്കാലം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൂടി കഴിഞ്ഞ് നമ്മുടെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് സാരി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം.